ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലീറ്റ് ഹൗസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കരിമംഗല്യം മാറാനായിട്ടുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കരിമംഗല്യം ഉള്ളവർ മാറില്ല, കരിമംഗല്യത്തിൻ്റെ പാടെന്നാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായും മാറാൻ സഹായിച്ചൊരു പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് പറഞ്ഞ പോലെ തന്നെയൊക്കെ ചേർക്കുക. ഷുവറായിട്ടും നിങ്ങളുടെ പാട് മാറും. ഇന്ന് വരട്ടി നാളെ പാട് മാറുമെന്നല്ല പറയുന്നത്. തുടർച്ചയായിട്ടിടുക, സ്കിൻ നല്ല ബ്രൈറ്റ് ആവും. പാടുകൾ ഫെയ്ഡായി നമുക്ക് പൂർണ്ണമായിട്ടും പാടുകൾ മാറും. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടി തരിക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാക്ക് ഇടുന്നതിനായിട്ട് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് നിങ്ങളുടെ കരിമംഗല്യത്തിൻ്റെ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ക്രീം നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. പക്ഷേ പാട എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈരും, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ലേ അതിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുടെ പൊടി. കസ്തൂരി മഞ്ഞളുടെ പൊടി നല്ല ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് കരിമംഗല്യം ഉള്ളവർക്ക്. അതൊരു ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതെന്തായാലും മുഖത്ത് പാടുള്ള ഭാഗത്ത്, ഇപ്പം എനിക്ക് പാടൊന്നുമില്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും. ഇപ്പം ഇവിടെയൊക്കെ ആയിരിക്കും മിക്കവരുടെ. അപ്പോൾ ആ പാടുള്ള ഭാഗത്ത് നമ്മൾ ചുമ്മാ ഒന്ന് മസാജ് ചെയ്യണം. ഇനി ഞാൻ പഞ്ചസാര ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല. വെറുതെ തൈരും മഞ്ഞളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവിടെ നമ്മുടെ എവിടെയൊക്കെ പാടെന്ന് വെച്ചാൽ അവിടെ നമ്മൾ നല്ലപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം ഇത് നിങ്ങൾക്ക്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അതങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ സ്ക്രബിന് വേറൊന്നും ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. വെറുതെ ഒന്ന് തൈരും മഞ്ഞളും മാത്രം ഇട്ട് ആ ഭാഗത്തൊന്നിങ്ങനെ ചെയ്തേക്കുക. എന്നതിന് ശേഷം നമ്മുടെ പാക്ക് മുഖത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇടുന്നുണ്ടുള്ള കരിമംഗല്യം വന്ന് മുഖമൊക്കെ ആകെ ഫെയ്ഡാവും നമ്മുടെ, അല്ലേ? ബാക്കിയുള്ള ഭാഗം കൂടി കറുത്ത് ആക്കിയിരിക്കും. അപ്പം മുഖം നല്ലതായിട്ട് നിങ്ങൾക്ക് നിറവും വെക്കും. നിങ്ങളുടെ പാടുകൾ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ്, വേറെ ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മുഖത്തിന് നല്ലതായിട്ട് നിറം വെക്കും. ഇതിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് അതിന് പറ്റിയത്. അപ്പം ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റിയാണ്. ഇപ്പോൾ ആഴ്ചയിൽ ഒന്നരാടം നിങ്ങൾക്ക് ഇത് തേക്കാം. ഇന്നിട്ട് നാളെ ഇടണമെന്നില്ല, അതിൻ്റെ പിറ്റേ ദിവസം ഇടാം. അപ്പം അല്ലെങ്കിൽ ഡെയിലി ഇട്ടാലും കുഴപ്പമില്ല. അല്ല, ഞാൻ പറയുക കുറച്ചെങ്കിലും നമ്മളിത് പുരട്ടണം എന്നൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ നിങ്ങളുടെ പാടിൻ്റെ ഭാഗം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല കട്ടിയിൽ അങ്ങ് തേച്ച് വെക്കണം. നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കളറ് ചേഞ്ച് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇടുന്ന ആ ഒരാഴ്ചക്ക് തന്നെ നിങ്ങൾക്ക് ചിലപ്പം പോയില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഗ്രാജുവലി അത് ഇങ്ങനെ മാറി മാറി വരും നിങ്ങൾക്ക്. ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്ക് ഈ ക്രീം തന്നെ ഈ മുഖത്ത് ഈ പാക്ക് ഇടുമ്പോൾ തന്നെയുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് ഫേസിനൊക്കെ നല്ല നിറം കിട്ടും. തൈരെന്ന് പറഞ്ഞ സാധനം തന്നെ നമുക്ക് ഫേസിന് നിറം വെക്കാൻ ഇതാണ്. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ നല്ലൊരു മെഡിസിനാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഞാൻ ഇപ്പോൾ കരിമംഗല്യത്ത് ഇത് പിന്നെ കഴുത്തിലോട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു കരിവാളിപ്പൊക്കെ മാറി നല്ലൊരു നിറം കിട്ടും. അതാണ് ഞാൻ കഴുത്തിലോട്ടും കൂടിയൊക്കെ ഇട്ടത്. അപ്പോൾ കരിമംഗല്യം ഉള്ളവർ നല്ലതായിട്ട് ആ ഭാഗത്ത് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല പോലെ ഇട്ട് കൊടുക്കണം.
അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കറുത്ത പാടുകളൊക്കെ മാറി ഫേസിന് നല്ലതായിട്ട് നിറം കിട്ടും. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് ഇട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പിന്നെ അല്ലാണ്ട് ഓടി ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് നമ്മുടെ മരുന്ന്. എനിക്കറിയാവുന്ന ഒരാളുടെ ശരിക്ക് മുഴുവനായിട്ട് പോയി. ഞാനും വിചാരിച്ച കരിമംഗലം വന്ന പോകത്തില്ലെന്ന്, പക്ഷേ എനിക്ക് ഉറപ്പായ പുള്ളിക്കാരിയുടെ പോയപ്പം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണം. അപ്പം ഞാൻ 20 മിനിറ്റ് ആയിട്ട് കാണിച്ചു തരാം നമ്മുടെ ഫേസിനുള്ള ഒരു ബ്രൈറ്റ്നസ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇട്ട് കഴിഞ്ഞാൽ ഈ പാടിലും നല്ല മാറ്റം വന്ന് ഒക്കെ മാറും. അപ്പോൾ നമ്മുടെ കരിമംഗല്യം മാറാനുള്ള ടിപ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാട്ടാ. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. അപ്പം നിങ്ങളിത് ധൈര്യപൂർവ്വം ഇട്ടോ, നിങ്ങൾക്ക് ഒരു മരുന്നിൻ്റെ പുറകെ പോകണ്ട, അത്രയും നല്ല റിസൾട്ടുള്ളതാണ്. അപ്പോൾ അതാദ്യം മനസ്സിലാക്കണം നമുക്ക്. ഇത് അല്ലെങ്കിൽ ഇത് കുറേ പേർക്ക് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങളിത് പോകുമോ, അങ്ങനെയുള്ള ചിന്തയെ വേണ്ട. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് മാറിയിരിക്കും. പാടുകൾ മുഴുവനായിട്ട് മാറിയിരിക്കും. അത്ര കണ്ട് നമുക്ക് ഓരോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, അത്രയും നല്ല റിസൾട്ടുള്ളതുകൊണ്ട് പറയാം. അപ്പം ഞാൻ ഇതിലൊരു 1.5 സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ്. എന്തായാലും കസ്തൂരി മഞ്ഞളുടെ പൊടി നിങ്ങൾ ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പം കസ്തൂരി മഞ്ഞളുടെ പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അതിലോട്ട് കുറച്ച് തൈരാണ്. ഇനി നമുക്ക് വേണ്ടത് തേനാണ്. അധികമൊന്നും വേണ്ടത്. ഇനി നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ തേച്ച് കൊടുത്ത് നോക്കിക്കോ, നിങ്ങൾക്ക് എന്തുമാത്രമാണ് കരിമംഗല്യത്തിൻ്റെ പാടുകൾ പൂർണ്ണമായിട്ട് മാറിയിരിക്കും. എല്ലാവരും പറയണ കരിമംഗല്യത്തിൻ്റെ പാട് മാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് വെറുതെയാണ്. നമ്മുടെ എക്കടെ ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ പക്ഷെ അതുപോലെ നമ്മളത് ചെയ്തു കൊടുക്കണം. പിന്നെ അത് കൂടാണ്ട് പാടുകൾ മാറണം മാത്രമല്ല, നമുക്ക് നല്ല നിറവും വെക്കും. അപ്പോൾ ഈ പാടിൻ്റെ അവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ, ഈ പാക്ക് ഇടുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ. അപ്പോൾ നമുക്കിതിൽ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലോട്ടൊരു സാധനം ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. അതെന്ത് സാധനമെന്ന് അറിയാമോ? നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വെള്ളം ഇതിലോട്ട് ഊറ്റിക്കളയണം. എന്നിട്ട് ഇതിൽ വരുന്ന ആ സ്റ്റാർച്ച് വേണം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ദേ ഇതിൽ ലാസ്റ്റ് ഊറി വന്നേക്കുന്ന ആ സ്റ്റാർച്ചാണ് ഞാനിതിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ആ മേളിൽ നിന്ന് വെള്ളം നമുക്ക് അങ്ങോട്ട് ഊറ്റിക്കളയണം കേട്ടോ. ഈ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് ബാക്കി സ്റ്റാർച്ചാണ് നമുക്ക് എടുക്കേണ്ടത്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ മുഖത്ത് പുരട്ടി കൊടുക്കേണ്ടത്. നിങ്ങൾ ധൈര്യമായിട്ട് പുരട്ടി കൊടുത്തോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിത് അടിച്ചു വെച്ചേച്ചതാണ്. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടിയിൽ വരുന്ന സ്റ്റാർച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം.
അതാണ് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കരിമംഗല്യം വന്നാൽ മാറില്ല എന്നൊക്കെയാണ് പണ്ട് പറയുന്ന പാടുകൾ. പക്ഷെ പൂർണ്ണമായിട്ട് മാറും. മാറിയവർക്ക് ഒത്തിരി പേര് ഈ പാക്കറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് നമുക്ക് ഈ പാക്കറ്റ് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നിൻ്റെ പുറകെ പോകാണ്ട് ഇപ്പം പലതരം പാക്കിൻ്റെ ഇത് പോകുമല്ലോ. ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് നോക്കുക. ഒരാഴ്ച തന്നെ കഴിയുമ്പോൾ തന്നെ പാടുകൾ ഫെയ്ഡ് ആവാൻ തുടങ്ങും നിങ്ങളുടെ. അപ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കരിമംഗല്യത്തിൻ്റെ പാട് പോകുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇട്ട് നോക്കണം, അടുപ്പിച്ച് ഇടണം കേട്ടോ. അതിലൊരു മാറ്റവും വരുത്തരുത്. കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ മതി. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പാടുകളെല്ലാം ഒരാഴ്ച കൊണ്ട് തന്നെ പാടുകളൊക്കെ ഫെയ്ഡാവും നിങ്ങളുടെ. അപ്പോൾ ഇതൊന്ന് സമാധാനമായിട്ട് എല്ലാത്തിലോട്ടും ഓടിപ്പോവാണ്ട് ഒരു പാക്ക് തന്നെ ഇടുക. എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം ഗുണമുണ്ടെന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. നമ്മുടെ പാടുകൾ ഫെയ്ഡായി മുഴുവനായിട്ട് നമ്മുടെ കരിമംഗല്യം മാറും. അല്ലാണ്ട് ഇംഗ്ലീഷ് ഓയിൽമെൻറ്റ് ഒക്കെ ഇംഗ്ലീഷ് മെഡിസിനും ഒക്കെ പുരട്ടിയിട്ട് എല്ലാവരും ഒരു പാട് മാറാൻ പല കാര്യങ്ങളുണ്ട്. പക്ഷേ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ കാര്യങ്ങൾ എന്നെ വെല്ലാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾ. എന്നിട്ട് മാത്രം പോയാൽ മതി. ഒട്ടുമിക്ക പേരുടെ ഈ ഒരു പാക്ക് കൊണ്ട് കരിമംഗല്യം മാറിയിട്ടുണ്ട്. അപ്പം ഞാനിത് കാണിച്ചു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ നമ്മുടെ നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സ്കിൻ ബ്രൈറ്റാണ് പോലെ തന്നെ നമ്മുടെ ആ കറുത്ത പാടുകളും ഒക്കെ മാറി നമുക്ക് നല്ലൊരു നിറം കിട്ടും. അപ്പോൾ അതാണ് ഞാനിത് നിങ്ങൾക്ക് ഈ ക്രീം ഇട്ട ശേഷം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കരിമംഗല്യംകാർ വിഷമിക്കേണ്ട, ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗം ഒന്ന് നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സ്ക്രബ് ചെയ്താൽ പിന്നെ ഈ പാക്കറ്റ് കൊടുക്കുക. പിന്നെ കട്ടി തന്നെ പാക്കറ്റ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാം. അപ്പം കണ്ടാൽ നമുക്ക്. അപ്പം ഇതുപോലെ നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിക്കേ. കരിമംഗല്യമുള്ളവർ ഡെയിലി ചെയ്ത് നോക്കുക. ഇല്ലാത്തവരാണെങ്കിലും ഈ പാക്കിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റ് ആവും. ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക്. എൻ്റെ മുഖമൊക്കെ നേരത്തെ നല്ലതായിട്ട് നമ്മളിങ്ങനെ പാക്ക് ഇടാൻ തുടങ്ങിയാണ് മുഖം ക്ലിയർ ആവാൻ തുടങ്ങിയത്. അപ്പം അതുപോലെ തന്നെ ഇന്ന് തന്നെ തുടങ്ങുമല്ലോ. ഒരു മടിയും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങളുണ്ട്. പിന്നെ തേൻ മാത്രം കയ്യിലില്ലാണ്ടിരിക്കുള്ളൂ നമ്മുടെ. അപ്പം അത് മാത്രം ഒരു ചെറിയൊരു ഇത് മാത്രം നിങ്ങൾ മേടിക്കേണ്ട കാര്യമുള്ളൂ. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. 20 മിനിറ്റ് മതി, വെച്ചോണ്ടിരുന്നാൽ മതി. ആ ഭാഗത്ത് നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അപ്പം നല്ലതായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവും, നമ്മുടെ പാട് ഫെയ്ഡാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ടാണ്. താങ്ക് യു.